വെൽക്കം ബാക്ക് ടു ഐമസ് വ്ലോഗ്. അങ്ങനെ പുതിയൊരു വീഡിയോയിട്ട് സ്വാഗതം. അങ്ങനെ ഇന്ന് ഞങ്ങൾ പോകാൻ പോകുന്നത് ആറ്റുകാലിലേക്കാണ്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം പോകണമെന്നുള്ള പരിപാടിയിലൊക്കെ ആയിരുന്നു. അപ്പോൾ വൈകുന്നേരം പോകുന്നത് ഗംഭീര മഴയായതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ പ്ലാന് ഞായറാഴ്ച ആക്കി. അപ്പോൾ നാളെ കഴിഞ്ഞാൽ മറ്റന്നാൾ ആറ്റുകാൽ പൊങ്കാലയാണ്, മാർച്ച് 3 അപ്പോൾ അതൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ സൺഡേ ആണ്, ഫ്രീ ആണ്. അപ്പോൾ ഞങ്ങൾ പോയി കണ്ടിട്ട് വരാൻ വെച്ചിട്ടാണ്. ആദ്യമായിട്ടാണ് ആറ്റുകാൽ പോകുന്നത്. ഞങ്ങൾ ആരും കാണാത്തൊരു പരിപാടിയാണ്. തൊഴാൻ പോയിട്ടുണ്ട്, പക്ഷേ പൊങ്കാലയ്ക്ക് ഫസ്റ്റ് ടൈം പോയി കണ്ടിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിക്കാം. ഓക്കെ. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. ഐഗുന് ഭയങ്കര ഇഷ്ടം വണ്ടി ഓടിക്കാൻ. അപ്പോൾ മറ്റുള്ള 2 കൈയും ഹാൻഡിലൊക്കെ പിടിച്ചിട്ട് ഓടിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ വഴിയോരത്തിൽ ഫുള്ള് ഇഷ്ടികകളും അതുപോലെ കലങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പൊങ്കാലയോടനുബന്ധിച്ചിട്ടുള്ളതൊക്കെയാണ്. നല്ല തിരക്കാട്ടോ റോട്ടിൽ. അവിടെ എത്തുമ്പോഴേക്കും നല്ല തിരക്കാണ്. ഞങ്ങളങ്ങനെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്തൊക്കെ എത്താറായി. നമ്മൾ പോണ വഴിക്ക് ഒരുപാട് അമ്പലങ്ങളൊക്കെ കാണാൻ പറ്റും. അതുപോലെ വലിയ ദേവിയുടെ വിഗ്രഹങ്ങളൊക്കെ റോഡ് സൈഡിലായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിറയെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ദേവിയുടെ അടുത്തിട്ടായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ പാട്ട്, അതുപോലെ തന്നെ സൗണ്ട്സ്, ലൈറ്റ്സ് എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നിറയെ റോഡൊക്കെ നിറയെ ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ പാർക്കിംഗ് കിട്ടാൻ വേണ്ടി ഞങ്ങൾ കുറേ നടന്നു. എന്നിട്ട് കുറച്ച് ദൂരം പോയിട്ടാണ് ഞങ്ങൾക്ക് ഒരു പാർക്കിംഗ് കിട്ടി. ഒരു ഏകദേശം ഒരു 1/2 കിലോമീറ്റർ ദൂരത്തോളം പോയിട്ടുണ്ടായിരിക്കും അല്ലേ. എന്നിട്ടാണ് പാർക്കിംഗ് കിട്ടിയിട്ട് ഞങ്ങളത് നടന്നിട്ടാണ് അമ്പലത്തിലോട്ട് പോണത്, ആറ്റുകാലേക്ക് പോണത്. അമ്പലത്തിൻ്റെ റോഡ് മൊത്തം ക്ലോസ് ചെയ്തിട്ട് KSRTC അല്ലെങ്കിൽ ഗവൺമെൻറ് വെഹിക്കിൾസിന് മാത്രം ഉള്ളിലേക്ക് കടക്കാനുള്ള പെർമിഷൻ കൊടുത്തിട്ടുള്ളൂ. ബാക്കി എല്ലാ വാഹനങ്ങളും പുറത്ത് പാർക്ക് ചെയ്യാനുള്ള സംവിധാനമാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ ഉള്ളിലേക്ക് കയറി. റൈറ്റ് സൈഡിലായിട്ട് തന്നെ എക്സിബിഷൻ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ 3 സ്റ്റേജാണ് വന്നിട്ടുള്ളത്. 3 സ്റ്റേജിലും പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ നല്ല തിരക്കാട്ടോ. കാരണം ഞങ്ങൾ പോയത് സൺഡേ ആണ്, പൊങ്കാല വരുന്നത് ചൊവ്വാഴ്ചയാണ്. അതിൻ്റേതായ നല്ല തിരക്കുണ്ട്. ലെഫ്റ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ ഫുഡ് കോർട്ടും അതുപോലെ ടോയ്സിൻ്റെയും ഫാൻസിൻ്റെയും നിറയെ ഷോപ്സ് ഉണ്ട്. അങ്ങനെ ഞങ്ങളിതാ നടയുടെ ഭാഗത്തേക്ക് പോകാം, അമ്പലത്തിൻ്റെ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പോയപ്പോഴാണ് നിറഞ്ഞ് ക്യൂ നിൽക്കുന്ന ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ മനസ്സിലായി എന്തായാലും ഉള്ളിൽ കയറി തൊഴിലിപ്പം എന്തായാലും നടക്കില്ല എന്നുള്ളത്. കാരണം മോളേനെയും വെച്ചിട്ട് ഇത്രയും ക്യൂവിൽ നിന്ന് തൊഴാൻ എന്തായാലും റിസ്ക്കാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് നോക്കി പുറത്തുനിന്ന് തൊഴുതിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് മറ്റേ ഏഷ്യൻ ന്യൂസ്, മഴൽ മനോരമ, എല്ലാത്തിനും ന്യൂസ് ചാനലിൻ്റെ വണ്ടികളും ഒക്കെ കണ്ടത്. അപ്പോൾ ഞങ്ങളിവിടുന്ന് കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് ഷോപ്പിലാക്കി. അങ്ങനെ അത് ഐഗൂസ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് യന്ത്രൂഞ്ഞാലിൻ്റെയൊക്കെ ആ ഒരു ഭാഗത്തേക്കാണ്. ഐഗൂന് അത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം. അതിൻ്റെ അടുത്ത് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകണം പറഞ്ഞിട്ട് അവൾ വാശി പിടിച്ചു. അപ്പോൾ അവിടെ പോയപ്പോൾ അവർക്ക് കുട്ടികൾക്ക് കറങ്ങണ മറ്റേ എൻ്റർടൈൻമെൻറ്റായ സാധനങ്ങളും അതുപോലെ ഓരോന്നൊക്കെ കണ്ടപ്പോൾ അവർക്ക് അതിൽ കയറണം എന്നൊക്കെ ഉള്ളതായി. അങ്ങനെ കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നിട്ട് ഞങ്ങൾ നേരെ ഐഗൂന് ടോയ്സൊക്കെ വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയി. അതുപോലെ ഞാനൊരു കുപ്പിവെള്ളം വാങ്ങണം എന്നൊക്കെ കുറച്ചായി വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് കുപ്പിവെള്ളം വാങ്ങിച്ചു. അതുപോലെ ഐഗൂനൊരു ടോയ് വാങ്ങിച്ചു. ഐഗൂന് കുറേ കാറും ജീപ്പും അതുപോലെ കുറേ സാധനങ്ങൾ കാണിച്ചത് ഒന്നും വേണ്ട. ഐഗൂന് ആകെ ബാർബി ഡോൾ മാത്രം മതി. വേണ്ട ബാർബി ഡോളിൻ്റെ ഇത് വാങ്ങിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് വരികയാണ് ചെയ്യുന്നത്. ഞങ്ങൾ ആറ്റുകാലിക്ക് വരുന്ന സമയത്ത് ലൈറ്റ്സും കാര്യങ്ങളൊന്നും ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ചൊരു 5-6 മണി ആ ടൈം ആയതുകൊണ്ട് തന്നെ ലൈറ്റ്സ് ഒന്നും ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് തിരിച്ചു പോകാൻ നേരത്താണ് ലൈറ്റ്സും കാര്യങ്ങളും ഭംഗി അതുപോലെ എല്ലാം കാണുന്നത്. അപ്പോൾ നല്ല രസമായിട്ട് തന്നെ ഒരുപാട് കിലോമീറ്റേഴ്സ് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ണിന് കാണുന്ന ഭംഗി എന്തായാലും ക്യാമറയ്ക്ക് കിട്ടില്ലല്ലോ, അത്രയും അത് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ബ്ലോക്കിലൊക്കെ പെട്ട് പതുക്കെ വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.